ഇരു കിഡ്നികളും തകരാറിലായ വണ്ടൻമേട് കൊച്ചറ പാറപ്പുറത്ത് രാജു തോമസ് തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു. സഹായധനം കണ്ടെത്തുന്നതിനായി പൗരസമിതിയുടെ നേതൃത്വത്തിൽ അക്കൗണ്ട് തുറന്നതായി ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വണ്ടൻമേട് പഞ്ചായത്തിൽ കൊച്ചറ പാറപ്പുറത്ത് വീട്ടിൽ രാജു തോമസിന്റെ ഇരുവൃക്കകളും തകരാറിലായതോടെയാണ് തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നത്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത്. ഓട്ടോറിക്ഷ ഓടിക്കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ഇരുവൃക്കകളും തകരാറിലായതോടെ നിത്യജീവിതത്തിനും തുടർ ചികിത്സയ്ക്കും കുടുംബം ഏറെ ബുദ്ധിമുട്ടുകയാണ്. 3 മക്കളുടെ വിദ്യാഭ്യാസമടക്കം പ്രതിസന്ധിയിലുമായി. ജീവൻ നിലനിർത്താൻ അടിയന്തരമായി കിഡ്നി മാറ്റിവെക്കുക മാത്രമാണ് ഏക പോംവഴിയെന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശം. അപ്പോൾ ഈ 1 വർഷക്കാലമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന മറ്റുള്ളവരുടെ സഹായത്തോടും സാമ്പത്തിക സഹായത്തോടുകൂടിയായിരുന്നു. എന്നാൽ നമുക്ക് ഇതിന്റെ ചികിത്സയ്ക്ക് ശേഷം ഉടൻ തന്നെ 2 കിഡ്നി മാറ്റിവെക്കണമെന്നുള്ളൊരു തീരുമാനമാണ് വിദഗ്ധ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 50 ലക്ഷം രൂപയോളം മുടക്ക് വരും. കാരണം 3 കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്ന തീർത്തും നിവൃത്തിയില്ലാത്ത രാജു തന്നെയാണ് കുടുംബത്തിന്റെ അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഈ 3 മക്കൾക്കൊരാശ്രയം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു ജനകീയ സമിതി വാർഡ് മെമ്പർസിന്റെയും വിവിധ സമുദായ സംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെ എല്ലാ നേതൃത്വത്തിന്റെ നമ്മളൊരു ജനകീയ സമിതി അവിടെ വിളിച്ചു കൂട്ടുകയുണ്ടായി. ആ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലുള്ള നമുക്കറിയാം, ഒരു ദിവസം അവർക്ക് കഴിയുന്ന വിധം നമ്മളിപ്പോൾ ഇന്ന രൂപ എന്ന് പറയുന്നതിനുള്ളൊരു അക്കൗണ്ട് നമ്പർ റെഡിയാക്കിയിട്ടുണ്ട്. അത് രാജുവിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ ചെല്ലുന്ന രീതിയിലാണ്. അത് ആ ഗ്രൂപ്പിനകത്ത് നമുക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസങ്ങളിലും അവർക്ക് കിട്ടുന്ന വരുമാനങ്ങൾ, കിട്ടുന്ന പൈസകൾ നമ്മൾ കണക്കിട്ടുകൊണ്ട് സുതാര്യമായ രീതിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ്. വൃക്ക മാറ്റിവെക്കുന്നതിന് ഭാരിച്ച സാമ്പത്തികം കണ്ടെത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ രാജു തോമസിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കുകയും സുമനസുകളുടെ സഹായം തേടുകയും ചെയ്തത്. ഇപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയാണ് വീട്ടുകാരുടെ. ഇപ്പോൾ ഉള്ള ഒരു വീടും ഒരു 10 സെന്റ് സ്ഥലവും ഉള്ളൂ. അത് വിൽക്കേണ്ട അവസ്ഥ, കടബാധ്യതയിലാണ് അവരിപ്പോൾ. ഇപ്പം സുമനസുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ കിഡ്നി മാറ്റിവെക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എല്ലാ സുമനസുകളുടെയും കഴിയുന്ന സഹായം, അത് ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകളുടെയും സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. യൂണിയൻ ബാങ്ക് പുറ്റടി ബ്രാഞ്ചിലാണ് അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. കൂടാതെ സുമനസുകൾക്ക് 9846843630 എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ വഴിയും പണം അയക്കാവുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ വണ്ടൻമേട് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ, പഞ്ചായത്ത് അംഗം ജോസഫ് മാടപ്പള്ളിയിൽ, ജോബൻ ആമോസ്, PS സനീഷ്, അച്യുതൻ നായർ, KJ കുര്യാക്കോസ്, ഫാദർ സാജൻ സ്കറിയ, T ഷാജി, ടോമി എന്നിവർ പങ്കെടുത്തു.